മുക്കത്തെ EMS സ്മാരക ഓഡിറ്റോറിയം നാശത്തിന്റെ വക്കിൽ. യഥാസമയം അറ്റകുറ്റപ്രവൃത്തികൾ നടത്താത്തതാണ് ശോച്യാവസ്ഥയ്ക്ക് കാരണം. അതേസമയം നവീകരണത്തിന് തുക അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിൽ മുൻ മുഖ്യമന്ത്രി EMSന്റെ പേരിലുള്ള ഓഡിറ്റോറിയമാണ് ശോച്യാവസ്ഥയിലായത്. ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പൊതുപരിപാടികൾ നടത്താൻ സൗകര്യം വേണമെന്ന കലാകാരന്മാരുടെയും മറ്റു വിവിധ കേന്ദ്രങ്ങളുടെയും ആവശ്യം കണക്കിലെടുത്താണ് അന്നത്തെ മുക്കം പഞ്ചായത്ത് വിപുലമായ സൗകര്യങ്ങളോടെ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. 2011 ഫെബ്രുവരി 28 തദ്ദേശ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഓഡിറ്റോറിയം നാടിന് സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് ഓഡിറ്റോറിയം ഉൾപ്പെടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് 2007 ഡിസംബർ 24 ശിലാസ്ഥാപന കർമ്മം നടത്തിയതും. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കല്യാണിക്കുട്ടിയും സെക്രട്ടറി ജോസ് മാത്യുവും പ്രത്യേക താൽപ്പര്യമെടുത്താണ് ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാക്കിയത്. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കാലക്രമേണ ഓഡിറ്റോറിയം നാശത്തിലേക്ക് നീങ്ങുകയായിരുന്നു. നവീകരിച്ച് നന്നാക്കണമെന്ന ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടും ഫലമുണ്ടായില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് ഓഡിറ്റോറിയം നവീകരണത്തിന് 30 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തുക അപര്യാപ്തമായതിനാൽ നവീകരണം നടന്നില്ല. അതേസമയം EMS സ്മാരക ഓഡിറ്റോറിയം നവീകരിക്കാൻ നടപടിയായിട്ടുണ്ടെന്നും അതിനായി നഗരസഭ 60 ലക്ഷം രൂപ അനുവദിച്ച് പ്രവൃത്തി ടെൻഡർ ചെയ്തതായും ഉടൻ നവീകരണം നടത്തുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.